എന്തുകൊണ്ടാണ് മിക്ക യാത്രാ വിമാനങ്ങളും 35,000 അടി ഉയരത്തിൽ പറക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 5,000 അടി ആയാലും 15,000 അടി ഉയരത്തിലായാലും വിമാനത്തിന് പറക്കാനുള്ള ശേഷിയുണ്ട്. പിന്നെന്തിനാണ് കൃത്യമായി 35,000 അടി ഉയരത്തിൽ തന്നെ പറക്കുന്നത്? ഇതിന് പിന്നിൽ കുറെ കാരണങ്ങളുണ്ട്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വേഗത, ഇന്ധനക്ഷമത ഈ രണ്ടു കാര്യങ്ങളെ മുൻനിർത്തിയാണ് വിമാനങ്ങൾ സാധാരണയായി 35,000 അടി മുതൽ ഉയരത്തിൽ പറക്കുന്നത്. ഓരോ അടി മുകളിലേക്ക് ചെല്ലുന്തോറും വായുവിന് കട്ടി കുറഞ്ഞു വരും. അതുകൊണ്ടുതന്നെ ഉയർന്നു പറക്കുമ്പോൾ വിമാനങ്ങൾ പെട്ടെന്ന് വായുവിൽ തെന്നി നീങ്ങും. 42,000 അടി ഉയരത്തിൽ വരെ യാത്രാ വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പറക്കാൻ സാധിക്കും. ഇതിനു മുകളിൽ വായുവിൽ ഓക്സിജന്റെ അളവ് നന്നേ കുറയും, വായു പ്രതിരോധം കൂടും. ഇതിന്റെ ഫലമായി 42,000 അടി ഉയരത്തിന്മേലെ വിമാന എഞ്ചിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പറ്റില്ല. അതേസമയം ഭാരത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് വിമാനത്തിന് പറക്കാൻ പറ്റിയ ഉചിതമായ ഉയരം നിർമ്മാതാക്കൾ നിശ്ചയിക്കാറ്. ഭാരം കൂടിയ വിമാനങ്ങൾ താഴ്ന്നു പറക്കുമ്പോൾ ഭാരം കുറഞ്ഞ വിമാനങ്ങൾ ഉയർന്നു പറക്കും. ഒപ്പം നേരെ 35,000 അടി ഉയരത്തിൽ എത്തിയതിനു ശേഷം പറക്കാനല്ല വിമാനങ്ങൾ ശ്രമിക്കാറ്. വിമാനം റോക്കറ്റ് പോലെ കുത്തനെ മുകളിലേക്ക് ഉയരുകയല്ല എന്നറിയാമല്ലോ. പതിയെ പതിയെ ക്രമേണ ഉയർന്നാണ് വിമാനം പറക്കുന്നത്. ഉയരം കൂടുന്തോറും ചായയ്ക്ക് രുചി കൂടുമെന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ ഓരോ അടി മുകളിലേക്ക് പറക്കുമ്പോഴും വായുവിന് കട്ടി കുറയും. ഇന്ധനക്ഷമതയെയും ഭാരത്തെയും ഇത് സ്വാധീനിക്കും. പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് വിമാനം കോൺകോർഡ് പറന്നത് 60,000 അടി ഉയരത്തിലായിരുന്നു. ചെറിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പറക്കുന്നത് 35,000 അടി ഉയരത്തിന് താഴെയാണ്. അങ്ങനെ വരുമ്പോൾ യാത്രാ വിമാനങ്ങളും 35,000 അടി ഉയരത്തിന് താഴെ പറന്നാൽ റോഡിലുള്ളതുപോലെ തന്നെ ആകാശത്തും ട്രാഫിക് സിഗ്നലൊക്കെ പിടിപ്പിച്ച് എയർ ട്രാഫിക് നിയന്ത്രിക്കേണ്ടി വരുന്ന ഗതികേടാകും. മാത്രമല്ല ഒട്ടുമിക്ക പക്ഷികൾ പറക്കുന്നതും ഈ ഉയരത്തിലാണ്. പക്ഷികൾ വിമാനത്തിലിടിച്ച് വിമാനത്തിന് കേടുപാടുകൾ പറ്റാനും സാധ്യതയുണ്ട്. 35,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ അടിയന്തര സാഹചര്യമുണ്ടായാൽ, അതായത് എഞ്ചിന് തകരാറ് സംഭവിച്ചാൽ, യാത്രികർക്ക് രക്ഷാമാർഗങ്ങൾ തേടാൻ പൈലറ്റുമാർക്ക് സാവകാശം ലഭിക്കും. പക്ഷേ താഴ്ന്നു പറക്കുന്ന സന്ദർഭങ്ങളിൽ പൈലറ്റുമാർക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ല. എന്നുവെച്ചാൽ യാത്രക്കാരുടെ ജീവന് ഇത് ഭീഷണിയാകുന്നു എന്ന് സാരം. ഇതൊക്കെ കേട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇരു എഞ്ചിനുകൾക്ക് തകരാർ സംഭവിച്ചാൽ പോലും സുരക്ഷിതമായി പറന്നിറങ്ങാൻ ഇന്നത്തെ വിമാനങ്ങൾക്ക് സാധിക്കും. 35,000 അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് അപകടമുണ്ടാകുന്നതെങ്കിൽ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി സജ്ജരാക്കി നിർത്താൻ വിമാനത്തിലെ ജീവനക്കാർക്കും സാവകാശം ലഭിക്കും. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുന്തോറും ശ്വസിക്കാവുന്ന വായുവിന്റെ അളവ് കുറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ 35,000 അടി മുകളിലൂടെ പറക്കുന്ന യാത്രാ വിമാനങ്ങളിൽ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടതല്ലേ? എന്നാൽ വിമാനത്തിലിരുന്ന് ശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ടാകാറില്ല. അതെന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഉയരം കൂടുന്തോറും വായുവിന്റെ അളവ് ക്രമാതീതമായി കുറയുന്നില്ല. അതായത് 35,000 അടി ഉയരത്തിലും വായു ആവശ്യത്തിലേറെയുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ വായുവിലുള്ള ഓക്സിജന് മർദ്ദം തീരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ ഉയരത്തിൽ ജീവജാലങ്ങൾക്ക് വായു ശ്വസിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആർക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് നേരിടാറില്ല. വിമാനത്തിന്റെ ജെറ്റ് എഞ്ചിനുകളാണ് ഉള്ളിലിരിക്കുന്ന യാത്രക്കാർക്ക് ശുദ്ധവായു നൽകുന്നത്. ജെറ്റ് എഞ്ചിനിൽ നിന്നുള്ള ചൂടും മർദ്ദവുമേറിയ വായുവാണ് പാസഞ്ചർ ക്യാബിനിൽ എത്തുന്നത്. എന്നാൽ ക്യാബിനിൽ കടക്കുന്നതിന് മുമ്പ് വായുവിനെ യന്ത്രസഹായത്താൽ ശുദ്ധീകരിച്ച് തണുപ്പിക്കും. ഉയരങ്ങളിലൂടെ പറക്കുമ്പോൾ വിമാനത്തിന്റെ ഇരു ജെറ്റ് ടർബൈൻ എഞ്ചിനുകളിലൂടെയും വായു അതിവേഗം കടക്കും. ശേഷം ചൂടും മർദ്ദവുമേറിയ വായുവാണ് ടർബൈനിലൂടെ പുറത്തുവരിക. ബ്ലീഡ് എയർ എന്നാണ് ഈ ഘട്ടത്തിൽ വായുവിനുള്ള പേര്. ടർബൈനിൽ നിന്നും ചുട്ടുപൊള്ളുന്ന താപത്തിലായിരിക്കും വായു പുറത്തു ചാടുക. അതുകൊണ്ട് വായുവിന്റെ താപം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇതിനുവേണ്ടിയാണ് ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ വിമാനത്തിൽ ഇടം പിടിക്കുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ വായുവിന്റെ താപം കുറയ്ക്കും. ശേഷം മാത്രമാണ് ശ്വസിക്കാൻ പര്യാപ്തമായ മർദ്ദത്തിൽ വായു പാസഞ്ചർ ക്യാബിനിലേക്ക് കടക്കുക. നമ്മൾ ശ്വസിച്ചുവിടുന്ന വായു പുറത്തു കളയാനും സംവിധാനമുണ്ട്. യാത്രക്കാർ ശ്വസിച്ചുവിടുന്ന വായു ക്യാബിനിലുള്ള പ്രത്യേക വാൽവുകൾ വിമാനത്തിൽ നിന്ന് പുറന്തള്ളും. അത് കാരണം വിമാനത്തിനകത്തെ വായു നിലവാരം ക്രമപ്പെടും. കേവലം പറക്കാൻ മാത്രമല്ല വിമാന എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത്. പറക്കാൻ ഒരു എഞ്ചിൻ തന്നെ ധാരാളം. എന്നാൽ വിമാനത്തിനുള്ളിലെ വായുനിലയും മർദ്ദവും ക്രമപ്പെടുത്താൻ 2 എഞ്ചിനുകളും നിർണായകമാണ്. ഇക്കാര്യമെല്ലാം നടന്നു പോകണം. പിന്നെ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. അതാണ് യാത്രാ വിമാനങ്ങൾ കുറഞ്ഞ് 35,000 അടി ഉയരത്തിൽ പറക്കുന്നത്.